സാധാരണ ഖുർആന്റെ സീഡി വെക്കും. ഇവിടെ വെച്ചിരുന്നു എനിക്കറിയില്ല. ഖുർആന്റെ സീഡി വെക്കും. വലിയ തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഇപ്പൊ സാധാരണ പറയാൻ ഖുർആന്റെ സീഡി എവിടെയെങ്കിലും വെച്ചാൽ പറയും അത് ഓഫാക്കാൻ പറയും. കാരണം എന്താണ്? ഖുർആൻ ഓതപ്പെട്ടാൽ അത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. അത് ശ്രദ്ധിച്ച് കേൾക്കാൻ ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവനോ അല്ലെങ്കിൽ ഇവിടെ പുറത്ത് പണിയെടുക്കുന്നവനോ കഴിയൂല. ഖുർആൻ ഓതപ്പെട്ടാൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഗൾഫിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, കുറെ സീഡി വാങ്ങി, ഖുർആന്റെ സീഡി. അങ്ങനെ അത് പെട്ടിയിൽ വെക്കുന്ന സമയത്താണ് ഇപ്പൊ റൂമിലേക്ക് കയറി വന്നത്. സാധാരണ അങ്ങനെ വരില്ല. ഞാൻ പെട്ടി കെട്ടുന്നത് കാണുന്നില്ല, എന്തുള്ളതെന്ന് ഇപ്പൊ അറിയില്ല. അങ്ങനെ പെട്ടി കെട്ടുന്ന ഈ സീഡിന്റെ കെട്ട് ഇങ്ങനെ സീഡി പറഞ്ഞാല് ആ സീഡി തന്നെ, പിന്നെ കാസറ്റ്, ഓഡിയോ കാസറ്റ് ഏതോ അറിയില്ല, എന്നാലും കുറെ അധികം ഉണ്ട്. അത് വെച്ച സമയത്ത് ഇപ്പൊ എന്നോട് ചോദിച്ചു എന്താ അത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഖുർആന്റെ സീഡിയാണ്. അതെന്തിനാ കൊണ്ടുപോകുന്നത് ചോദിച്ചു. എന്തിനാണ് കൊണ്ടുപോകുന്നത് വെച്ചു. ഞാൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയാല് അതിങ്ങനെ വെച്ചിട്ട് എല്ലാവരും കേൾക്കാതിരിക്കണം. നീ അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാല് ആരൊക്കെ അത് കേൾക്കുന്നു ചോദിച്ചു. അത് എനിക്ക് പറയാൻ പറ്റൂല. ആരൊക്കെ കേൾക്കുന്നു ചോദിച്ചു. ഞാൻ ഒന്നും വേണ്ടിയില്ല. വീണ്ടും ചോദിച്ചോട് ആ സീഡി വെച്ചാൽ അവിടെ ആരൊക്കെ ഖുർആൻ കേൾക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ആരൊക്കെ കേൾക്കുന്നു. നീ അത് വെച്ചാൽ വീട്ടിൽ എല്ലാവരും കേൾക്കണം. ആരും പിന്നെ വേറൊരു പണിയെടുക്കാൻ പാടില്ല. വേറൊരു ജോലിയിൽ ഏർപ്പെടാതെ എല്ലാരും അത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ കൊണ്ടേക്കോ, അതിന് ഉറപ്പില്ലെങ്കിൽ ഇത് കൊണ്ടുണ്ടാ. ഖുർആന്റെ സീഡി പറഞ്ഞു എന്നോട് പറഞ്ഞ് എല്ലാരും കേൾക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ കൊണ്ടാൻ പാടുള്ളൂ. ഞാനത് പെട്ടിനകത്ത് കൊടുത്തു വെച്ചു. കാരണം ഒരു ഉറപ്പ് കൊടുക്കാൻ കഴിയൂല. എന്റെ വീട്ടിൽ വെച്ചാൽ എല്ലാരും കേൾക്കുന്ന എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുമോ? അപ്പൊ ഞാൻ പറയുന്നത് ഖുർആന്റെ ശബ്ദം കേട്ടാൽ, ഖുർആൻ ഓതപ്പെട്ടാൽ അത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. ഞങ്ങൾ 10-10 അടുത്തൊരു അതിന് സീഡ് ഖുർആൻ വെച്ച സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അവരോട് ഒരു പാട്ട് വെക്കാൻ പറയും. ഒരു പാട്ടിന്റെ സീഡ് വെച്ചോട്ടെ, ഖുർആൻ വെക്കരുത്. ഖുർആൻ വെച്ചാൽ എന്ത് ചെയ്യണം? അത് ഖുർആന്റെ കൽപ്പനയാണ്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് ആളുകളെ ബുദ്ധിമുട്ടാക്കുന്നു. നമ്മൾ നോക്കും, സാധാരണ വാഹനത്തിൽ പോകുമ്പോ കാറിലാണ് കയറിയാല് സീഡി അങ്ങോട്ട് വെക്കും, അല്ലെങ്കിൽ റേഡിയോ ഓണാക്കും ഖുർആന്റെ. പിന്നെ അവരങ്ങനെ സംസാരിക്കും. ഈ ഓതപ്പെടുന്ന എന്താണെന്നോ അത് കേൾക്കാനോ കഴിയൂല. അതുകൊണ്ട് ഖുർആൻ അത്രയും ബഹുമാനാണ്. ഖുർആന്റെ ബഹുമാനം എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. വിശുദ്ധമായ റമളാൻ ശരീഫ് ഖുർആന്റെ വാർഷിക വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ ഒരുപാട് ഓതണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ മരണമൊക്കെ അല്ലാഹു തആല നല്ല മരണമാക്കി തരട്ടെ. ഖുർആൻ സാക്ഷി നിൽക്കുന്ന, ഖുർആൻ ഓതിക്കൊണ്ട് ഖുർആനെ ആ ഒരു ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു മരണം. നാളെ ആഖിറത്തിൽ വരുമ്പോ ഖുർആൻ എന്നെ പാരായണം ചെയ്ത ആളാണ്, ഇതെന്നെ ബഹുമാനിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആ കൂട്ടത്തിൽ അല്ലാഹു തആല ആക്കി തരട്ടെ. അല്ലാഹു തആല ഖുർആനെ ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല ആക്കട്ടെ. അതുകൊണ്ട് കൂനൂ മഅസ്സാദിഖീൻ, സ്വാദിഖീങ്ങളെ കൂടെ, നല്ല മനുഷ്യന്മാരെ കൂടെയാണ് നമ്മളുള്ളത്. അവരെ കൂടെ തന്നെ നിൽക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ എത്ര മോശമാണെങ്കിലും നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരും. അവസാനം അല്ലാഹു തആല